നമ്മുടെ ഉപരാഷ്ട്രപതിയായിരുന്ന ശ്രീ ജഗദീപ് ധൻഖർ അദ്ദേഹം ഒരു ബി ജെ പിക്കാരനായിരുന്നു, ബംഗാൾ ഗവർണറായിരുന്ന ആളാണ്. അങ്ങനെ ശ്രീമതി മമതാ ബാനർജിയുമായിട്ട് യഥാർത്ഥത്തിൽ അവരുമായിട്ടുള്ള യുദ്ധം എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിൽ കൈകാര്യം ചെയ്തു. അങ്ങനെ ബി ജെ പിയുടെയും നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രിയുടെയൊക്കെ പ്രീതി അദ്ദേഹം സമ്പാദിച്ചു. അങ്ങനെ സമ്പാദിച്ചാണ് ഗവർണറായിരുന്ന ധൻഖർ നേരെ ഇപ്പോൾ പിന്നെ ഉപരാഷ്ട്രപതിയായി നിയമിക്കപ്പെടുന്നത്. അതാണ് കാര്യം. അപ്പോൾ അദ്ദേഹത്തിന് നിയമിച്ച മാത്രമല്ല, അദ്ദേഹം ഒരു ജാട്ട് സമുദായക്കാരനാണ്. അപ്പോൾ ഈ ജാട്ട് സമുദായക്കാരനായിട്ടുള്ള ധൻഖറെ ഉപരാഷ്ട്രപതിയാക്കുന്നതോടുകൂടി ബി ജെ പിക്ക് വളരെ വലിയൊരു കണ്ണുണ്ടായിരുന്നു ജാട്ട് സമുദായത്തെ അടുപ്പിക്കുന്നതിലേക്ക്. ആദ്യമൊക്കെ ധൻഖർ, ഈ അടുത്ത കാലം വരെയും ധൻഖർ യഥാർത്ഥത്തിൽ ഈ പ്രതിപക്ഷത്തോട് യുദ്ധം ചെയ്യേണ്ടത്, അതായത് ഇപ്പോൾ രാജ്യസഭയിലെ പ്രതിപക്ഷത്തിനെ എതിരാളികളായി കണ്ടിരുന്നത് ധൻഖറാണ് കേട്ടോ. ഒരിക്കലും ഒരു രാജ്യസഭാ അധ്യക്ഷനായിട്ടുള്ള നമ്മുടെ ഉപരാഷ്ട്രപതിയായിട്ടുള്ള ആൾ, രാജ്യസഭയുടെ അധ്യക്ഷനാണ് അദ്ദേഹം, ഒരിക്കലും ഒരൊറ്റ ഉപരാഷ്ട്രപതിയും ചെയ്തിട്ടില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം. അതായത് അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്ന വിധത്തിൽ പ്രകടമായിട്ട് തന്നെ രാഷ്ട്രീയം കളിക്കുന്ന ഒരിടപാട് അവിടെ ഉപരാഷ്ട്രപതിയായിരുന്ന ധൻഖർ ഈ രാജ്യസഭാ അധ്യക്ഷനായിട്ട് നിലവിലിരുന്നപ്പോൾ കാണിച്ചു എന്നുള്ളത് ഒരു പരിചയകാരിയാണ്. എല്ലാവർക്കും കാണാതെ നമ്മൾ ഇതിലൊക്കെ ടി വിയിൽ ചാനലുകളിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടല്ലോ. കാണുമ്പോഴും അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് പ്രതിപക്ഷത്തെ അടിച്ചിരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരുന്നത്. ഇനി ഞാൻ ലോക്സഭയിലെ കാര്യം ഞാൻ പറയുന്നില്ല, അവിടെ വ്യത്യാസമൊന്നും അവിടെ ഇല്ല, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. കാരണം അത് പറയുന്നത് ശരിയല്ലാത്തത് കൊണ്ട് ഞാൻ പറയാത്തതാണ്. ഇപ്പോൾ പെട്ടെന്ന് തന്നെ അതായത് ഈ പറയുന്ന അതായത് 2 ദിവസം മുമ്പാണ് അദ്ദേഹം രാജി കൊടുക്കുന്നത്. ആരോഗ്യപരമായ കാരണങ്ങൾ, ആരോഗ്യ സംബന്ധമായ കാരണങ്ങളാണ്, അനാരോഗ്യം ആണ് കാരണം എന്നുള്ളതാണ് ആ രാജിക്കത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഈ അനാരോഗ്യം പെട്ടെന്ന് എങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് കിംവദന്തികൾ കേൾക്കാനിടയായി. അതായത് അദ്ദേഹം കേന്ദ്ര മന്ത്രിസഭയിലെ ഏറ്റവും ഉന്നതനായ ആളുമായിട്ട് ഉള്ള ഒരു വാക്കുതർക്കം ഉണ്ടാവേണ്ടതായിട്ട് വന്നു. ആ മന്ത്രിസഭയിലെ ഉന്നതനോട് അദ്ദേഹം അവസാനം ശ്രീ ധൻഖർക്ക് പറയേണ്ടതായിട്ട് വന്നു, ഉപരാഷ്ട്രപതി എന്നുള്ള നിലയിൽ എൻ്റെ അധികാരങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് പറയേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതിന് കിട്ടിയ മറുപടി എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള മറുപടിയാണ് മറുഭാഗത്തുനിന്ന് ലഭിച്ചതെന്നും, പിന്നെ ഞങ്ങൾ അതിൻ്റെ മാർഗമൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്, നിങ്ങളതങ്ങ് നിർത്തി പോകുന്നതാണ് നല്ലതെന്നുള്ള രീതിയിൽ വർത്തമാനം വന്നു എന്നും ഒക്കെ പറയപ്പെടുന്നു. അങ്ങനെ അത് അഭ്യൂഹങ്ങളാണ്, മാധ്യമങ്ങളിലൊക്കെ വരുന്ന അതാണ്. അപ്പോൾ യഥാർത്ഥം ഞാൻ ആദ്യം കരുതിയത് ഇത് എന്തോ ഈ ധൻഖറെ കൊണ്ട് രാജിവെപ്പിച്ചേക്കുന്നത് വേറെ, അത് ഇനി ആ കാരണം ഇല്ലാതാകുന്നില്ല ഇപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഇത് മറ്റു ചില കാര്യങ്ങളാണ്, നമ്മുടെ ശ്രീ ശശി തരൂരിന് വേണ്ടിയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ ആരിഫ് മുഹമ്മദ് ഖാന് വേണ്ടിയോ ഒക്കെയാണ് ഈ രീതിയിൽ രാജിവെപ്പിച്ചേക്കുന്നത്, അവരെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് എന്നൊക്കെ ഇങ്ങനെ ഞാനും ആദ്യം കരുതി. പക്ഷേ അതൊന്നും അല്ല ഇപ്പം വെളിയിലേക്ക് വരുന്ന കാര്യം. ഇപ്പോൾ വെളിയിലേക്ക് വരുന്ന പുതിയ വർത്തമാനം, അതായത് പല മുഖ്യധാരാ മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പറയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ശ്രീ ധൻഖർ അദ്ദേഹം അടുത്ത 2 വർഷം കഴിയുമ്പോൾ പ്രധാനമന്ത്രി സ്ഥാനത്തിൽ ഒഴിവ് വരും. അപ്പോൾ 2 വർഷം കഴിയുമ്പോൾ പ്രസിഡൻ്റ് സ്ഥാനത്തിൽ ഒഴിവ് വരും. അപ്പോൾ ആ സ്ഥാനത്തിൽ ഈ ഒന്ന് പിടിച്ചു കയറി അങ്ങ് ഇന്ത്യൻ പ്രസിഡൻ്റായിട്ട് മാറണം എന്നുള്ള ഒരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിനെ കൺസിഡർ ചെയ്യണം എന്ന് അദ്ദേഹം നിർബന്ധമായിട്ടും മുതിർന്ന BJP-കാരോടും ഗവൺമെൻറ്റിലെ മുതിർന്ന ആളുകളോടും ആവശ്യപ്പെട്ടിരുന്നു എന്നും അപ്പോഴത്തന്നെ അത് അവർ നിരാകരിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു. അത് നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ ഇനി പല കാരണങ്ങളും പറയാമല്ലോ, അതുകൊണ്ട് അങ്ങനെ ഒരു കാരണം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ധൻഖർ അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് കൊടുക്കണമെന്ന് വല്ല കാര്യമുണ്ടോ? പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കേണ്ടതാണ്, ഇലക്ടറൽ കോളേജാണ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. അതല്ലാതെ ഇപ്പോൾ ധൻഖർ ആവശ്യപ്പെട്ടുകൊണ്ട് ധൻഖറെ ഇനി ആ സ്ഥാനാർത്ഥിയാക്കണം, ആക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യും?
ധൻഖർ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിലെനിക്ക് വലിയൊരു വിശ്വാസ്യത എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്തോ ഇവർ തമ്മിലുള്ള വാക്കുതർക്കം എന്തോ ഉണ്ടായിട്ടുണ്ട് എന്നും ധൻഖർ പ്രതിപക്ഷത്തോട് കൂടുതൽ അടുക്കുന്നതായിട്ട് ഭരിക്കുന്ന പാർട്ടിക്ക് തോന്നി എന്നൊക്കെ പക്ഷേ അതും വലിയ കാര്യമൊന്നുമില്ല. അവസാനത്തെ ദിവസം പോലും അദ്ദേഹം പ്രതിപക്ഷത്തോട് വാക്കേറ്റം നടത്തുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങനെ പ്രതിപക്ഷമായിട്ടങ്ങ് കൂടുതൽ അടുത്തതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഉർവശി ശാപമോഹാരം എന്നുള്ള രീതിയായിട്ടേ കണക്കാക്കൂ എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ നമ്മുടെ കാർപ്പൂരി താക്കൂറിൻ്റെ മകനായിട്ട് ഇരിക്കുന്ന മന്ത്രിയുടെ പേരൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ആരിഫ് മുഹമ്മദിൻ്റെ ഖാൻ്റെ പേരൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഈ ശശി തരൂരിനെ പരിഗണിക്കുന്നതില്ല എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇനി ആരെ പരിഗണിക്കും, ആരെ ആകും എന്ന്. അതുപോലെ തന്നെ JP നഡ്ഡയുടെ പേര്, അതായത് അദ്ദേഹം BJPയുടെ നേതാവ് അതായത് നേതാവായിട്ടിരിക്കുകയാണ്. മാത്രമല്ല BJP പ്രസിഡൻ്റായിട്ടിരിക്കുന്ന അദ്ദേഹത്തിനെ ആ സ്ഥാനത്ത് നിന്ന് ആവുകയാണല്ലോ. ആ ഒഴിയുമ്പോൾ നഡ്ഡയെ ഇതിലേക്ക് പരിഗണിക്കുന്നു എന്നൊക്കെ അഭ്യൂഹങ്ങളുണ്ട്. ഇതൊക്കെ അഭ്യൂഹങ്ങളാണ്, പുറത്തു വരാതെ നമുക്കറിയാൻ ഒക്കത്തില്ല. ഏതായാലും ഈ ഉപരാഷ്ട്രപതിയുടെ നിയമനത്തിനുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. അതാണ് നമുക്ക് മനസ്സിലാകേണ്ടത്. ഇനിയിപ്പോൾ അതിനകത്ത് ഒരു ശരിയായ കാര്യം പറഞ്ഞത്, എനിക്ക് ഇഷ്ടപ്പെട്ടേക്കുന്ന ഒരു കാര്യം കണ്ടത് വിപ്പൊന്നുമില്ല ഇപ്രാവശ്യം. അതായത് ആർക്കും രഹസ്യ ബാലറ്റാണ്. ഇനി വിപ്പുണ്ടെന്ന് പറഞ്ഞാൽ എന്താ രഹസ്യ ബാലറ്റിനകത്ത്? ഒരു പ്രയോജനമില്ല. ഇപ്പോൾ വിപ്പൊക്കെ പലരും ഇരുന്ന് പറയും ഇതാരാ രഹസ്യ ബാലറ്റാണ്, ആരാ ഈ വോട്ട് കൊടുത്തതെന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വിപ്പില്ല എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജാണ്, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്താൽ ഇത് പുറത്തായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയാണ്. പക്ഷേ അങ്ങനെയൊക്കെ സംഭവിക്കുക എന്ന് പറയുന്നത് വളരെ വിരളമാണ്. വിപ്പില്ല എന്തായാലും ഇപ്രാവശ്യം എന്ന് പറഞ്ഞപ്പോൾ രഹസ്യ ബാലറ്റുമാണ്. അപ്പം വിപ്പുണ്ടായാലും ഇല്ലെങ്കിലും രഹസ്യ ബാലറ്റാണെങ്കിൽ വിപ്പുണ്ടെന്ന് പറഞ്ഞാലും അതിന് പ്രത്യേകിച്ച് വലിയ പ്രയോജനമൊന്നുമില്ല. കാരണം ആർക്കാ വോട്ട് ചെയ്തതെന്നും ഈ വിപ്പ് ലംഘിച്ചോ ഇല്ലയോ എന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് വിപ്പ് ലംഘിച്ചെന്ന് മനസ്സിലാവും, കാരണം ഇലക്ഷൻ കഴിയുമ്പോൾ. കാരണം അതായത് ആ ഭരണപക്ഷത്തെ സ്ഥാനാർത്ഥി തോറ്റുപോയാൽ മനസ്സിലാവും വിപ്പൊക്കെ ലംഘിച്ചു എന്ന് മനസ്സിലാക്കാം. പക്ഷേ ഇത് ഒരു നല്ല കാഴ്ചപ്പാടാണ്. ഈ വിപ്പില്ല എന്ന് പറഞ്ഞേക്കുന്നത് നല്ല കാഴ്ചപ്പാടാണ്. എന്തായാലും നമുക്ക് വരുന്നത് ആരാണെന്ന് ഉടനെ വെളിവാകും. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സ്ഥാനാർത്ഥിയുടെ പേര് പുറത്തു വരും. അതിന് എതിരായിട്ട് മത്സരിക്കാൻ ആളുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് പുറത്തു വരും. ശരിയായ ആരോഗ്യപരമായ ഒരു മത്സരം നടക്കും. ആ മത്സരത്തിൻ്റെ ഔട്ട്കം ശരിയായി വരുമ്പോൾ നമുക്കറിയാം ഇതാരാണ് ഇന്ത്യയുടെ അടുത്ത ഉപരാഷ്ട്രപതി എന്ന്. അഭ്യൂഹങ്ങൾക്ക് അപ്പോൾ മാത്രമേ നമുക്ക് വിട പറയാൻ പറ്റുള്ളൂ.